ഹലോ, അപ്പൊ ഇത് നമ്മളെ മൂന്നാമത്തെ പാർട്ടാണ്. ഇതിൽ നമുക്ക് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മളെ വീഡിയോസ് കാണുന്ന 40% ആൾക്കാർ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സംശയങ്ങൾ കാര്യങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. പിന്നെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അത് നമുക്ക് ടി വി യൂണിറ്റ് ഒന്ന് ഐസൊലേറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൽ ജസ്റ്റ് ഒരു കളർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എഡിറ്റിൽ വന്നിട്ട് യൂസ് ടെക്സ്ചർ ഇമേജിൽ പോയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വുഡിൻ്റെ ടെക്സ്ചർ കാര്യങ്ങളൊന്ന് ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സൈസ് ഒരു 120 ആക്കുന്നുണ്ട്. ഒരു എഡിറ്റിൻ വിയറയിൽ വന്നിട്ട് കളർ മാനിപ്പുലേഷനിൽ വന്നിട്ട് ഞാൻ സാച്ചുറേഷനൊക്കെ ഒന്ന് കുറക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്കൊരു ഈ ഒരു രീതിയിൽ വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു സംഭവം തന്നെ നമുക്ക് കോപ്പി എടുത്തിട്ട് ബമ്പിൽ വന്നിട്ട് ഇവിടെ പേസ്റ്റ് ആസ് ഇൻസ്റ്റൻസ് കൊടുക്കുക. അതിൻ്റെ വാല്യൂ നമുക്കൊരു 0.2 ഒക്കെ കൊടുത്താൽ മതിയാവും. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ക്യാൻ ബി ഓവർറൈഡ് ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സീനിൽ വന്നിട്ട് ഈ ഒരു ഭാഗം മാത്രം ഒന്ന് റണ്ടർ അടിക്കുക. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്സ്ചർ പ്ലേസ്മെന്റിൽ വന്നിട്ട് ഇവിടെ ഒരു 2, രണ്ടും ഒരു 2 ആയി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റണ്ടർ അടിച്ച് നോക്കുക. അപ്പൊ ഈ ഒരു രീതിയിലാണ് അവിടെ സെറ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെ മതി. ഈ ഒരു കളർ കോൺട്രാസ്റ്റ് കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ മതി. ഇനി നമുക്ക് ഇപ്പുറത്തുള്ള മാർബിൾ പാനൽ ഒന്ന് സെറ്റ് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഒരു കളർ അപ്ലൈ ചെയ്യുക. അതിൻ്റെ എഡിറ്റിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു മാർബിൾ, ഞാനൊരു ഗ്രേ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഉദ്ദേശിക്കുന്നത്. നോക്കി വെക്കാം. ഓക്കെ, ഈ ഒരു മാർബിളാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എഡിറ്റിൽ വീറ എഡിറ്റിൻ വീറ കൊടുത്തിട്ട് നമുക്കതിനെ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഫ്ലോർ ആക്കുന്നുണ്ട്. അതിൻ്റെ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. റിഫ്ലക്ഷൻ നമുക്കൊരു ഓക്കെ, ഈ ഒരു രീതിയിൽ റിഫ്ലക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനെ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ബമ്പിൽ വരിക, പേസ്റ്റ് ആസ് ഇൻസ്റ്റൻസ് കൊടുത്തിട്ട് എൻ്റെ വാല്യൂ ഒരു 0.1 കൊടുക്കുന്നുള്ളൂ. മെറ്റീരിയൽ ക്യാൻ ബി ഓവർറൈഡ് ഓഫ് ചെയ്യുക. ശേഷം സീൻ ഓൺ ചെയ്തിട്ട് പ്രമീർ ഒന്നുകൂടി റണ്ടർ അടിച്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിൽ വന്നിട്ട് sRGB എന്ന് മാറ്റി കസ്റ്റം ഗാമ കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഡാർക്കൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടി വി യൂണിറ്റിൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കൊടുത്തിട്ട് നോക്കാം. ഓക്കെ, നമ്മളിതിന് ഷട്ടർ കാര്യങ്ങളൊന്നും വരച്ചിട്ടില്ല. അപ്പം അതിന് ജസ്റ്റ് ഒരു 2 സെന്റിമീറ്റർ ഓഫ് സെറ്റ് ചെയ്യുക. ബാക്കിലോട്ട് 2 സെന്റിമീറ്റർ പുഷ് ചെയ്ത് വെക്കുക. ഇതിനെ അങ്ങോട്ട് താഴോട്ട് ഇറക്കി വെക്കുക. കളർ അപ്ലൈ ചെയ്യുക. അതിലോട്ട് നമുക്ക് ആ ഒരു മാർബിൾ ഷീറ്റ് തന്നെ ലോഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സംഭവം ലോഡ് ചെയ്യുന്നുണ്ട്.
ഇനിയിപ്പോൾ ഇതിൻ്റെ നമുക്ക് ഷട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് കൺട്രോൾ അടിച്ച് കോപ്പി ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ചിട്ട് അവിടെ തന്നെ പേസ്റ്റ് പ്ലേസ് ചെയ്യുക. അതിനുശേഷം അതിന് നേരെ ഇങ്ങോട്ടേക്ക് വർക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് ഒരു 500 സെന്റിമീറ്റർ മൂവ് ചെയ്ത് വെച്ചിട്ട് ഓഫ്സെറ്റ് ടൂൾ എടുത്തിട്ട് എഫ് അടിക്കുക, ഓഫ്സെറ്റ് ടൂൾ എടുക്കുക. ഇവിടെ വന്നിട്ട് ഒരു 0.1 2 ഒക്കെ ഒരു ഗ്യാപ്പ് കൊടുത്ത് സെൻറ്ററിൽ വരുന്ന ഭാഗം മാത്രം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. അപ്പം അതിൻ്റെ സൈഡിൽ വരുന്ന എഡ്ജ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ആയി കളയാം. അതിനുശേഷം ഇതിനെ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊടുന്ന് വെച്ചാൽ ഒരു 3 അടിക്കുക, ഒരു 4 സൈസ് ഒന്ന് നോക്കിയിട്ട്. ഓക്കെ, 85 ഉള്ളു. അപ്പോൾ അത് നമുക്ക് 3 തന്നെ മതി. ശേഷം ഇവിടെ ഒരു 0.2 ഗ്യാപ്പ് കൊടുത്തിട്ട് എക്സ്ട്രാ ലൈനുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ആയി കഴിഞ്ഞ് 2 സെന്റിമീറ്റർ തിക്നെസ് കൊടുത്ത് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഇതിനെ മേക്ക് എ കോമ്പോണന്റ് ആക്കുക. അതിനുശേഷം ഇതിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒരു കോപ്പി എടുക്കുക. കൺട്രോൾ പ്രസ് ചെയ്ത് കണ്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ഇട്ടു. അതിന് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് 2 അടിക്കുക. അപ്പോൾ കറക്റ്റ് ഈക്വൽ ആയിട്ട് അവിടെ വരും. ബാക്കിൽ വന്നിട്ടുള്ള എക്സ്ട്രാ പീസിനെ ഡിലീറ്റ് ആയി കളയാം. അതിനുശേഷം ഇതിനെ നേരെ ബാക്കിലോട്ട് 500 സെന്റിമീറ്റർ ബാക്കിലോട്ട് തന്നെ മൂവ് ചെയ്ത് വെക്കുക. അപ്പോൾ കറക്റ്റ് അവിടെ പോയി നിന്നോളൂ. ഇപ്പൊ ഈ ഒരു ഷെൽഫിന് നമുക്കൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇത് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലൈറ്റ് വരുന്ന ഭാഗം മാത്രം ഒന്ന് അൺസെലക്ട് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു കളർ അപ്ലൈ ചെയ്യുക. ഇവിടെ എക്സ്ട്രാ വന്നിട്ടുള്ള ലൈന് ഓക്കെ, നമ്മൾ ആ ലൈറ്റിന്റെ ആണ്. ഈ കളർ ഇതിനും കൊടുക്കുക. അതിനുശേഷം അതിന്റെ കളർ നമുക്കൊരു ഓക്കെ ഈ ഒരു കളറിലോട്ട് മാറ്റിയിട്ടുണ്ട്, ഒരു ഓൾമോസ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡിലോട്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ സെൻറ്ററിൽ വരുന്ന ഭാഗത്തിന് ഒരു കളറ് അപ്ലൈ ചെയ്യുക. അതിലോട്ട് ടെക്സ്ചർ ലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മള് പിന്നെ ടി വി യൂണിറ്റിന്റെ കളർ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് ഇതിന്മേ ടി വി കൊടുന്ന് വെക്കണം. അതിന്റെ മുന്നേ മറ്റുള്ള ഏരിയകളിലൊക്കെ ടെക്സ്ചറിങ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഡീകോർ ഐറ്റംസ് ഉള്ള ടി വി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നമ്മൾ ടൈല് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബാക്കി എല്ലാത്തിനും നമുക്ക് ഈ ടെക്സ്ചർ കാര്യങ്ങളൊന്ന് ലോഡ് ചെയ്ത് കൊടുക്കാം. വുഡിന്റെ പീസ് ഇവിടെ എടുത്തിട്ട് ഈ സോഫാന്റെ ഈ ഒരു സംഭവത്തിന് വുഡിന്റെ കളറിനെ കൊടുക്കാം. അതുപോലെ നമുക്ക് ഇതിന്റെ ഒരു ബ്ലാക്ക് കളർ കൊടുക്കണം ഇതിന്റെ ഫ്രെയിമിന്. ആ ഫ്രെയിമിന്റെ ആ കളറിനെ നമുക്ക് സോഫന്റെ കാലിനും കൊടുക്കാം. ഇനിയിപ്പോ ഈ പാനലിന് നമുക്ക് ഇതായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളറിന് കൊടുക്കാം. അപ്പൊ ജസ്റ്റ് ഏതെങ്കിലും ഒരു കളർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിനെ ഈ ഒരു രീതിയിൽ ടെക്സ്ചർ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ആ കളറിന് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോ കർട്ടന് ഒരു കളർ അപ്ലൈ ചെയ്യാം. ഇവിടെ വെക്കാൻ വേണ്ടി ഒരു കർട്ടൻ കൂടി നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം.
അതിനൊരു കളർ അപ്ലൈ ചെയ്യുക. ഇടയ്ക്കിടയ്ക്കൊന്ന് സേവ് അടിക്കുന്ന എപ്പോഴും നല്ലതാണ് കേട്ടോ, അല്ലെങ്കിൽ ക്രാഷ് ആയി പോയാൽ പണി കിട്ടും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ സോഫക്ക് ഒരു കളർ കൊടുക്കണം. കളർ അപ്ലൈ സോഫയ്ക്ക് ഒരു കളറ് രണ്ടിനൊരു കളർ അപ്ലൈ ചെയ്യുക. നമ്മൾ ഈ ഒരു രീതിയിൽ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കാർപ്പറ്റിന് ഒരു കളർ വേണം. ഒരു ബ്ലാക്ക് കളർ കോപ്പി ചെയ്തിട്ട് ഇതിന് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഗ്രീനിലോട്ട് നമുക്കൊരു ടെക്സ്ചർ ലോഡ് ചെയ്യുക. ഇതിങ്ങനെ പിന്നെ ടെക്സ്ചറിങ് അലൈൻമെന്റ് ആയിട്ടല്ല എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ അടിച്ച് എല്ലാം കൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം വീറേന്റെ ട്രൈ പ്ലാനർ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ശരിയാവും. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലഗിന് അവിടെ ഈ ഒരു പ്ലഗിന് യൂസ് ചെയ്യുക, സ്കെച്ച് യു വി എന്ന് പറഞ്ഞ. സോഫക്ക് ഒരു ടെക്സ്ചർ ലോഡ് ചെയ്ത് കൊടുക്കുക. സൈസ് ഒരു 30 സെന്റിമീറ്റർ ആയി കൊടുത്തിട്ട് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനൊക്കെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ടെക്സ്ചർ കാര്യങ്ങൾ മാനുവൽ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യുക, ഐ മീൻ അലൈൻ ചെയ്യുക. പില്ലോക്ക് നമുക്ക് വേറെ കളർ കൊടുക്കാം. അപ്പോൾ തൽക്കാലം അത് അവിടെ നിന്നോട്ടെ. ഓക്കെ, അപ്പൊ എല്ലാ ഏരിയക്കും നമ്മൾ ടെക്സ്ചറിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ നമുക്ക് സീനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ വീറയിൽ സീൻ സെറ്റ് ചെയ്യുമ്പോൾ ഈ 2 പോയിന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് പോകണം. ഞാൻ എപ്പോഴും എൻസ്കേപ്പിന്റെ ഓർമ്മയിൽ ചെയ്തു പോകുന്നതുകൊണ്ടാണ്. അപ്പൊ ക്യാമറയിൽ വന്നിട്ട് 2 പോയിന്റ് ഓൺ ചെയ്യുക. അതിനുശേഷം എന്നാ ആഡ് സീൻ കൊടുക്കുക. ഇതിൽ വന്നിട്ട് ഇതും 2 പോയിന്റ് എനേബിൾ ചെയ്ത് കംപ്ലീറ്റ് സീനും 2 പോയിന്റ് എനേബിൾ ചെയ്തിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എൻസ്കേപ്പ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, നമ്മൾ എൻസ്കേപ്പിനകത്താണ് ഈ പറഞ്ഞ സംഭവമൊക്കെ സെറ്റ് ചെയ്യല്. അപ്പൊ അത് ആ ഒരു മൈൻഡിലാണ് നമ്മളിങ്ങനെ ചെയ്തു പോകുന്നത്. എനിവേ ഒന്ന് സേവ് അടിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ സീന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഇനി നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് ഓരോന്നോരോന്നായിട്ട് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാനൊരു ബേസിക് ആയിട്ട് എഡിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം അസറ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് നോക്കിയിട്ട് തന്നെ സെറ്റ് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ സീനിലോട്ട് വരിക. ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നുകൂടി ഓൺ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയിൽ എന്തോ ഇഷ്യൂ ഉണ്ട്. അത് ഓരോ തവണ ക്ലോസ് ചെയ്യുമ്പോഴും അത് ഓട്ടോമാറ്റിക് പോകുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് ഇൻട്രാക്റ്റീവ് റെൻഡർ കൊടുക്കുക. ചെറുതാക്കി വെക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു ടൈലൊന്ന് സെലക്ട് ചെയ്യുക. ശേഷം അതിൻ്റെ എഡിറ്റിൽ വന്നിട്ട് ആദ്യം നമുക്ക് അതിൻ്റെ ക്യാൻ ബി ഓക്കെ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ മെറ്റീരിയൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്താണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് വരുന്നത് ഈ ഒരു വുഡ് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അതിന് ശേഷം എഡിറ്റ് ഇൻ വീറയിൽ വന്നിട്ട് ക്യാൻ ബി ഓവർ ഇടാൻ അൺടിക്ക് ചെയ്തിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ ഒന്ന് കൂട്ടി വെക്കാം നമുക്ക്. ഓക്കെ, ഈ ഒരു രീതിയിൽ റിഫ്ലക്ഷൻ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഈ ഡിഫ്യൂസ് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ബമ്പിൽ വരിക. ബമ്പിൽ വന്നിട്ട് പേസ്റ്റ് ആസ് എ ഇൻസ്റ്റൻസ് കൊടുത്തിട്ട് ഇതിൻ്റെ പിന്നെ വാല്യൂ നമുക്കൊരു 0.3 കൊടുക്കുക, ചെറിയ ബമ്പ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ബമ്പും കൂടി ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ബമ്പ് ആഡ് ചെയ്യുക. അതിനകത്ത് വന്നിട്ട് ഇവിടെ ഈ അഡ്ജസ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊക്കെ നമുക്ക്. നൈസായിട്ടൊരു എഡ്ജ് ഒന്നിങ്ങനെ റൗണ്ട് ആവാൻ വേണ്ടിയിട്ട് ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ടൈൽ സെലക്ട് ചെയ്യുക. എഡിറ്റ് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. ഈ ബമ്പ് ഇവിടുന്ന് കോപ്പി ചെയ്യുക. ഈ ബമ്പിൽ വന്നിട്ട് പേസ്റ്റ് ആസ് എ കോപ്പി കൊടുത്ത് ഒരു നൈസിൽ ഒരു ചെറിയ ബമ്പ് എഫക്റ്റ് നമുക്ക് കൊടുക്കാം. എനിക്ക് ആക്ച്വലി നമ്മൾ ഈ ഒരു കർട്ടൻ ഇവിടെ ആഡ് ചെയ്തപ്പോൾ ലൈറ്റ് മൊത്തത്തിലൊന്ന് കട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കർട്ടൻ ഒന്ന് സെറ്റ് ചെയ്യാം. കർട്ടൻ്റെ മെറ്റീരിയൽ ഒന്ന് ഡബിൾ സൈഡ് മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അപ്പോൾ ലൈറ്റിംഗ് ഒന്നുകൂടി ശരിയാവും. അതിന് ശേഷം നമുക്ക് ബാക്കി മെറ്റീരിയൽ കറക്റ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ മുന്നേ നമുക്ക് പിന്നെ കർട്ടൻ്റെ സൈസൊക്കെ ഒന്ന് ചെറുതാക്കാനുണ്ട്. അതായത് നമുക്ക് ഷിയർ കുറച്ച് സൈസിലും മറ്റുള്ളത് കുറച്ച് ചെറുതാക്കിയിട്ടും കൊടുക്കുക. അതായത് ഈ രണ്ടെണ്ണം ഒന്ന് സ്കെയിൽ ചെയ്ത് ചെറുതാക്കാം. അതുപോലെ തന്നെ ഇതും നമുക്ക് ചെറുതാക്കി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ കോപ്പി എടുക്കുക.
അതിനുശേഷം നമുക്ക് ഈ ഒരു കർട്ടന്റെ വ്യൂവിൽ വന്നിട്ട് ഷിയർ കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഈ വ്യൂവിൽ വന്നിട്ട് ഒന്ന് ഇൻട്രാക്റ്റീവ് റെൻഡർ കൊടുക്കുക. അതിനുശേഷം ആ മെറ്റീരിയൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഈ എഡിറ്റിന് വിയറ കൊടുക്കുക. നമുക്ക് ഇതിന്റെ ടെക്സ്ചർ കാര്യങ്ങളൊന്ന് ചേഞ്ച് വരുത്തണം. എഡിറ്റിന് വിയറ കൊടുത്തിട്ട് ഫാബ്രിക് ഒന്ന് മാറ്റാം. ഓക്കെ, നമുക്ക് പിന്നെ നമുക്ക് കർട്ടന് മെറ്റീരിയൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ എന്താ പറയാ, ക്രിയേറ്റ് അസറ്റിൽ വന്നു കഴിഞ്ഞാൽ മെറ്റീരിയലിനകത്ത് 2 സൈഡഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് നമുക്ക് ഇതിനൊന്ന് റീനെയിം ചെയ്യാം. കർട്ടൻ 2 സൈഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു മെറ്റീരിയലും കൂടി ക്രിയേറ്റ് ചെയ്യാം. ജനറിക്കിൽ വന്നിട്ട് അതിന് കർട്ടൻ ഫ്രണ്ട് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശേഷം എന്തിനൊന്ന് ട്രൈ പ്ലാനർ പ്രൊജക്ഷൻ ചെയ്ത് ഒന്ന് അലൈൻമെന്റ് കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് ഇന്ററാക്റ്റീവ് റെൻഡർ കൊടുക്കുക. ഓക്കെ, ഇതിനെ ക്യാൻ ബി ഓവർറൈഡ് എനേബിൾ ചെയ്യണം. അതിനുശേഷം ഈ ഫസ്റ്റ് മെറ്റീരിയൽ ഫ്രണ്ട് മെറ്റീരിയൽ വന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കർട്ടൻ ഫ്രണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതും ഇതുപോലെ തന്നെ ക്യാൻ ബി ഓവർറൈഡ് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു വൈറ്റ് കളർ ആയി കൊടുക്കുക നമുക്ക്. എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കണം നമുക്ക്. കോപ്പി എടുക്കാനായിട്ട് എവിടെ ഇതിൻ്റെ കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിന് നമുക്ക് ബാക്ക് നിന്ന് ഫ്രണ്ട് മാറ്റി ബാക്ക് ആയി കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മളെ 2 സൈഡ് മെറ്റീരിയൽ വന്നിട്ട് ബാക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് ആ ബാക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനൊന്ന് എഡിറ്റിൽ വന്നിട്ട് ജസ്റ്റ് പൊടിക്ക് ഡാർക്ക് ആയി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് നോർമൽ റെൻഡർ ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ തൽക്കാലം ഈ ഒരു ലെവലിൽ ആയിട്ടുണ്ട്. ബാക്കി പിന്നെ നമുക്ക് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഈ സീനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, എനിവേ നമുക്ക് നമ്മളെ ഒന്നാമത്തെ സീനിലോട്ട് തിരിച്ചു പോവാം. ഓക്കെ, അതിനുശേഷം ഈ ഒരു ടൈല് സെലക്ട് ചെയ്യുക. എഡിറ്റിംഗ് റിഫ്ലക്ഷൻ ഇവിടെ വന്നിട്ട് ഫ്ലോർ ആയി കൊടുക്കുക. അതിനുശേഷം നമുക്ക് റിഫ്ലക്ഷൻ ജസ്റ്റ് ഒരുപാട് വേണ്ട. ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡിഫ്യൂസ് ഇവിടുന്ന് കോപ്പി ചെയ്യുക. ബമ്പിൽ വന്നിട്ട് അതിൻ്റെ വാല്യൂ ഒന്ന് ഒരു 1.6 ആയി കൊടുക്കുന്നുണ്ട്. ക്യാൻ ബി ഓവർ ഇടാൻ അൺടിക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് സെലക്ട് ചെയ്യണം. എഡിറ്റിംഗ് വിയറ കൊടുക്കുക. റിഫ്ലക്ഷൻ ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. പിന്നെ വരുന്നത്
ഫ്ലോർ സെലക്ട് ചെയ്യുക. ഈ ഒരു ലെവലിൽ റിഫ്ലക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ബമ്പ് ഡിഫ്യൂസ് കൊടുന്ന് കോപ്പി ചെയ്തിട്ട് ബമ്പിൽ നമുക്ക് അതന്നെ അപ്ലൈ ചെയ്യാം. ശേഷം വാല്യൂ കുറക്കുക. ഇതിനൊക്കെ നമുക്ക് എക്സ്ട്രാ ഒരു ബമ്പും കൂടി ആഡ് ചെയ്തിട്ട് എഡ്ജ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ബമ്പിൽ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ എഡ്ജ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന്റെ വാല്യൂ ഒരു 0.12 ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മളിപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുക. കളർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അതിന്റെ എഡിറ്റിൽ വരിക. ഞാൻ സാധാരണ വീറെ യൂസ് ചെയ്യലില്ല, അതുകൊണ്ട് തന്നെ ഒന്നും ലെവലാക്കി വെച്ചിട്ടില്ല. ഈ ഒരു ലെവലിൽ കളർ വെക്കുന്നുണ്ട്. അതിനുശേഷം റിഫ്ലക്ഷൻ കുറച്ച് രീതിയിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ബമ്പിൽ വന്നിട്ട് ബമ്പിൽ നമുക്ക് ബിറ്റ് മാപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന്റെ വാല്യൂ നമുക്ക് കുറക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എല്ലാ മെറ്റീരിയലും ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇനി റണ്ടറിങ്ങിലോട്ട് പോവാം. നോക്കിയിട്ട് പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്താൽ മതിയല്ലോ. നമുക്ക് ആദ്യം ഈ ഒരു ഡോറിന്റെ ഈ ഒരു കളർ സെലക്ട് ചെയ്തിട്ട് അതിന് ഈ ഒരു വുഡായിട്ട് റീപ്ലേസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് വേറെ ആ മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. ഇവിടെ വന്നിട്ട് സെലക്ട് ഒബ്ജക്റ്റ് ഇൻ ദ സീൻ കൊടുത്തിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട മെറ്റീരിയൽ ഈ ഒരു ഡാർക്ക് വുഡാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അപ്ലൈ ടു സെലക്ഷൻ കൊടുക്കുക. പിന്നെ ഈ ഒരു ടെക്സ്ചർ ഒന്ന് സെലക്ട് ചെയ്യുക. എഡിറ്റ് ഇൻ വേറെ കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് റിഫ്ലക്ഷൻ ജസ്റ്റ് ഒന്ന് വെക്കുക, ഒരുപാട് വേണ്ട. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്യുക, ബമ്പിൽ വന്നിട്ട് പേസ്റ്റ് കൊടുക്കുക. അതിന്റെ വാല്യൂ 1 ആയി കൊടുക്കുക. പിന്നെ ഇപ്പം നമ്മൾ സോഫന്റെ മെറ്റീരിയൽ എഡിറ്റിംഗ് വീറ കൊടുക്കുക. ഇതിന് വന്നിട്ട് റാപ്പിന് കൊടുത്ത് ഫാൾ ഓഫ് കൊടുക്കുക. അതിനുശേഷം ഈ ടെക്സ്ചർ തന്നെ ഒന്ന് താഴോട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇത് തൽക്കാലം ഇതിൽ ടെക്സ്ചർ കൊടുക്കണ്ട, ക്ലിയർ ചെയ്യുക. ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ടെക്സ്ചറിനൊന്ന് ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചാൽ മതി. തൽക്കാലം ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ വൈറ്റ് കളർ ആക്കിയിട്ട് തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ബമ്പിൽ വരിക. ഈ ബമ്പിൽ വന്നിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലുലാർ ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, എന്നിട്ട് അതിന്റെ വാല്യൂ കുറച്ച് വെക്കുക. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒന്നും വേണ്ട തൽക്കാലം. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ഇതും സെയിം പരിപാടി, ഐ മീൻ റാപ്പിന് കൊടുക്കുക, ഫാൾ ഓഫ് കൊടുക്കുക. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനിവിടുന്ന് കോപ്പി ചെയ്യാം, ബമ്പിൽ വന്നിട്ട് പേസ്റ്റ് കൊടുക്കുക, വാല്യൂ കുറച്ച് വെക്കുക.
ഈ ക്ലോത്ത് ഒക്കെ സെയിം മെറ്റീരിയൽ ആണ്, സെയിം പ്രൊസീജിയർ ആണ് നമ്മൾ ചെയ്യൽ കേട്ടോ. ഞാൻ ചെയ്യുന്നൊരു വേ ആണ്. ഞാനിപ്പോ കുറെ ആയിട്ട് ഇത് ചെയ്യലില്ല, അപ്പൊ ജസ്റ്റ് പറയാണ്, എടുത്ത് പറയാണ്. ഓക്കെ, നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. ഓക്കെ, ഇത് നമുക്ക് ഇതിന്റെ ടെക്സ്ചർ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിനങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റത്തെ ടെക്സ്ചറിന് ഒന്ന് കളർ കറക്ഷൻ കൊടുക്കുക. ഐ മീൻ റാപ്പിനിൽ വന്നു കഴിഞ്ഞാൽ കളർ കറക്ഷൻ ഉണ്ടാവും. അതിന്റെ ബ്രൈറ്റ്നെസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ രണ്ടാമത്തെയും കളർ കറക്ഷൻ കൊടുക്കുക. ഈ ബ്രൈറ്റ്നെസ് മാറ്റിയിട്ട് ഗെയിൻ ഗാമ ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് അതിനൊന്ന് ഓക്കെ ഈ ഒരു ലെവലിൽ ഒന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ലെവലിൽ. ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോപ്പി ചെയ്യുക, ബമ്പിൽ വരിക. അതല്ല ഇനിയിപ്പോൾ അത് കോപ്പി ചെയ്യണമെന്നില്ല, ഇവിടെ ബമ്പിൽ വന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ സെല്ലുലാർ എടുത്ത് കൊടുത്താലും മതി. അതിന്റെ വാല്യൂ നമുക്ക് കുറക്കുക. ഈ ബമ്പും കുറക്കണം കേട്ടോ, ഇവിടെയും നമുക്ക് കുറക്കണേ. നമ്മൾ നേരത്തെ ചെയ്തതിൽ കുറച്ചിട്ടില്ല തോന്നുന്നുണ്ട്, അപ്പൊ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഓക്കെ ഈ ഒരു ലെവലിൽ സെറ്റ് ചെയ്യാം. പിന്നെ ഇപ്പൊ നമുക്കിവിടെ വരുന്നത് ഇതൊക്കെ ഓൾറെഡി ആയി, ഇത് ഓൾറെഡി ആയി. ഇതിപ്പോ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു. ഈ കർട്ടൻ നമുക്ക് വരുന്നുണ്ട്. കർട്ടൻ പിന്നെ ജസ്റ്റ് ഫാൾ ഓഫിൽ നമ്മൾ സോഫന്റെ ഒക്കെ ക്ലോത്ത് ചെയ്തതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ടേബിൾ എഡിറ്റ് ചെയ്യാം. ഈ ഒരു ലെവലിൽ റിഫ്ലക്ഷനും കൊടുത്തിട്ടുണ്ട്. കാർപ്പറ്റ് പിന്നെ നമുക്ക് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഓറിഡൻ ഒന്ന് പിന്നെ ഓഫ് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് റൺ അടിച്ച് നോക്കാം. മുന്നേ ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കാര്യങ്ങൾ കമന്റ് ചെയ്യുക, സംശയങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റിൽ എഴുതി ചോദിക്കുക. നമ്മുടെ ഇൻസ്റ്റന്റെ ലിങ്കും ടെലിഗ്രാമിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത പാർട്ടായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും.